എന്നാ പിന്നെ നിങ്ങൾ ചെന്ന് കൊച്ചിനെ കാണും. അവക്കും കൂട്ടുകാരെയൊക്കെ കാണുന്ന ഒരു ആശ്വാസമാവും. മോനെ, നിത്യമോൾ ഉറങ്ങുവാണെന്നാ തോന്നുന്നേ. സാരമില്ല മുത്തശ്ശി, ഞാൻ വിളിച്ചുണർത്തിക്കോളാം. ശരി. നിത്യക്കുട്ടി, ഈ മരവിച്ചു പോയ കൊള്ളിവർഗന്റെ പുറത്ത് കൈകൊണ്ട് തട്ടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. തട്ടിയാ കാവളി തന്നെ തട്ടണം. എടി നിത്യേ, 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 കണ്ണു ഓർക്കടി സീഡി നിത്യേ. ഞാൻ പറയുന്ന കേൾക്കാൻ കാതും എന്നെ കണ്ട് രോഷം കൊള്ളാൻ കണ്ണുകളും ദൈവം നിനക്ക് തന്നു. അത് തന്നൊരു ഭാഗ്യമില്ലടി. ചിലര് വീണുപോയ പിന്നെ ഒന്നും അറിയാതെ ഒരൊറ്റ കിടപ്പ. മൂക്കിലൂടെയും വായിലൂടെയും ട്യൂബും ഒക്കെ ഇട്ട് പ്രോട്ടീൻ പൗഡർ മാത്രം കുടിച്ച് അങ്ങനെ. ഇതിപ്പോ എന്നാ വേണം? പൊടിയരിക്കഞ്ഞി കുടിക്കാം, കരിക്കിന്റെ വെള്ളം കുടിക്കാം, എല്ലാം കണ്ടും കേട്ടും ഇങ്ങനെ കടന്നാ പോരെ. ദേ നോക്കി, ഇതാണ് അമുദം. ഇവളെ ഞാൻ വിളിച്ചതിനാണ് നീ അന്ന് ബഹളം വെച്ച് എന്റെ ഫോൺ തട്ടിപ്പറിച്ചത്. എനിക്ക് നേരെ ആദ്യമായി വിരൽ ചൂണ്ടിയത് ആ അമുദവാ ഇത്. എങ്ങനുണ്ട്? ഞങ്ങള് നല്ല ജോഡിയല്ലേ? നോക്ക്, ഞാനിവളെ അങ്ങ് കെട്ടിയാലോ എന്ന് ആലോചിക്കൂ. എന്റെ മനവിയായെ അങ്ങ് തമിഴ്നാട്ടിൽ താമസിപ്പിക്കാൻ. നമ്മുടെ തണ്ണിമത്തൻ തോട്ടത്തില്. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഇവിടെ ദേവിക, അവിടെ അമുദം. എല്ലാം കണ്ടും കേട്ടും ഈ കട്ടിലില് നീയും. പട്ടിയെ പോലെ ആ ഫ്ലാറ്റിലിട്ട് എന്നെ തല്ലിയവളല്ലേ നീ? കൊല്ലാൻ നോക്കിയില്ലേ? അയ്യോ ശരത്തണ്ണ, പേടിക്കണ്ട അമുദം, ഇതൊരു ചിന്ന ഡോസ്. അപ്പോ ഇത്രയെങ്കിലും ഞാൻ നിനക്ക് തരണ്ടടി. അതും അമുദത്തിന്റെ മുന്നിൽ വെച്ച് തന്നെ. എന്നാ ശരി, ഞങ്ങളെ ഒന്ന് കറങ്ങാൻ പോകും. പോയിട്ട് വന്നിട്ട് വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. പോരെ? അയ്യോടാ, ദേ ചോര. എന്നാലും ശരത്തെ, എന്തൊരു ദുഷ്ടനാണ് നീ. ചോര വരുന്ന രീതിയിലൊക്കെ അടിക്കാവൂ? അതും തളർന്നു കിടക്കുന്ന പഴയ കാമുകിയെ. ഇപ്പൊ എല്ലാം ഓക്കെ. കാവളിൽ ലേശം ചുമന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് സാരമില്ല, പതിയെ മാറിക്കോളൂ. വാവുന്നു ചേട്ടാ, വാ നമുക്ക് വാ. മനോഹരേട്ടൻ എന്നെ വല്ലാത്ത ധർമ്മസങ്കടത്തിലാക്കിയല്ലോ. ചേട്ടൻ ഒന്നൊരു ജോലി ചോദിച്ചാൽ ഇല്ലാന്ന് ഞാൻ എങ്ങനെ പറയുക? മുതലാളി വിചാരിച്ച എന്ത് പറ്റി പെട്ടെന്നൊരു പതർച്ച? ഞാൻ എൻ്റെ മോടെ കാര്യം പറഞ്ഞില്ലേ, എന്തെങ്കിലും ജോലി ചെയ്താലേ മുമ്പോട്ട് പോകാൻ പറ്റൂ. കൃത്യമായി എനിക്കൊരു മാസശമ്പളം വേണം. നമ്മുടെ ലോഡുകൾ വരുന്നത് രാജസ്ഥാനിൽ നിന്നാണ്.
വെട്ടിയെടുക്കുന്ന കോട്ട സ്റ്റോൺ അത്രയും ദൂരം ചേട്ടൻ ഈ പ്രായത്തിൽ കവർ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ പ്രായത്തിൽ ചേട്ടൻ അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിൽ പവർ മാത്രം പോരല്ലോ മനോഹരേട്ടാ. ക്രിക്കറ്റ് കളിക്കാരനെ പോലെ ഒരു ദീർഘദൂര ഓട്ടക്കാരന് വേണ്ടത് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. മുതലാളി, ഞാൻ വിഷമിക്കാതെ. ശംഖുമുഖത്ത് എൻ്റെ ഒരു സുഹൃത്തിന്റെ ട്രാവൽ ഏജൻസി ഉണ്ട്. അവിടേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാം. ചെറിയ വണ്ടികളാ, ഹാച്ച് ബാക്കും സെഡാനും ചിലപ്പോ SUVയും. ചേട്ടൻ ഓടിക്കുമല്ലോ അല്ലേ? ഏത് വണ്ടി ഓടിക്കാം? കോവളം, പൊന്മുടി, ഏറിയാൽ തേക്കടി, മൂന്നാർ, അത്രേ ഉള്ളൂ ഓട്ടം. കൂടുതലും ടൂറിസ്റ്റുകളായിരിക്കും പാസഞ്ചേഴ്സ്. ഞാൻ സേഫായിട്ട് കൊണ്ടുപോയിക്കൊള്ളാം മുതലാളി. എന്നാ ശരി, ഞാൻ വിളിച്ചോളാം. ചേട്ടൻ പോയിക്കോ. ആ അച്ഛാ, മോളെവിടെയാ? വീട്ടിൽ തിരിച്ചെത്തിയോ? ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുക അച്ഛാ. ആ, സിദ്ധുവിനെ കണ്ടോ? ഓ അച്ഛാ. സിദ്ധു സുഖമായിട്ടിരിക്കുന്നോ? അവിടെ വീട്ടിലെന്തോ ചെറിയ സൗന്ദര്യ പിണക്കങ്ങള്, അതിന്റെ പേരിൽ മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞു. പിണക്കങ്ങളുടെ കാര്യകാരണങ്ങളൊക്കെ നമുക്ക് ഊഹിക്കാമല്ലോ മോളെ. ആ വക്കീൽ പെണ്ണായിരിക്കും പ്രശ്നം. എന്താ അതിന്റെ പേര്? ഇന്ദുലേഖയോ? ചന്ദ്രലേഖ. ആ, ചന്ദ്രലേഖ. ചന്ദ്രലേഖയുടെ കാര്യം പറഞ്ഞായിരിക്കും അവിടെ സിദ്ധുവിന്റെ ചേച്ചി ചന്ദ്രകാസ കളക്കുന്നത്. ഇപ്പൊ ചന്ദ്രലേഖയുടെ അച്ഛനും വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞത്. പഴയ DYSP നടേശൻ തമ്പി. ആഹാ, അത് കൊള്ളാലോ. അപ്പോ പട്ടാളം പോലീസ് ഇടംവലം നിന്ന് സിദ്ധുവിനെ ഇടച്ചങ്ങല ഇടാനായിരിക്കും തീരുമാനം, അല്ലേ മോളെ? പിന്നല്ലാതെ. ആ, പിന്നെ മോള് മരുന്നൊക്കെ കൊടുത്തോ സിദ്ധുവിനെ? ആ, കൊടുത്തച്ഛ. എല്ലാം ഭദ്രമായി ഏൽപ്പിച്ചിട്ടുണ്ട്. നന്നായി മോളെ. സിദ്ധാർത്ഥ നാളെ ആരുടെയെങ്കിലും സ്വന്തമായേക്കാം. പക്ഷേ നമ്മുടെ സുതിമോന്റെ ഹൃദയം അത് നമ്മുടേത് മാത്രമാണ്. അല്ല, അച്ഛൻ പോയ കാര്യം എന്തായി? ആ, എന്റെ മോളെ അത് പറയാനും കൂടെ വിളിച്ചേ.